അങ്ങനെ പറഞ്ഞ് വെക്കേഷനൊക്കെ കഴിയാറായി. അതിനേക്കാളുപരി മാങ്ങ സീസൺ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. എന്തോരം മാങ്ങയുണ്ടായിരുന്നതാ. കുറേയൊക്കെ പറിച്ചു, കുറേയൊക്കെ പല പക്ഷികളും അതുപോലെ അണ്ണാനൊക്കെ കൊത്തി അങ്ങനെ കുറേ പോയി. കുറച്ചൊക്കെ നമ്മൾ ചുറ്റുപാടും അതുപോലെ വിരുന്നുകാർ വരുന്നവർക്കൊക്കെ കൊടുത്ത് അങ്ങനെയും കുറേ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മാങ്ങ കുറേ ബാക്കിയുണ്ട്. മുമ്പൊക്കെ ആളുകൾ വന്നിട്ട് അത് മൊത്തമായിട്ടൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല. അതുപോലെ ഈ മാവ് പൂക്കുന്ന തുടക്കത്തിൽ ചെറിയ ചെറിയ മാങ്ങകളൊക്കെ കൊഴിഞ്ഞ് വീഴുമായിരുന്നു. അതിനൊക്കെ എടുത്ത് ഉപ്പിലിടുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് മാങ്ങ സീസൺ കഴിഞ്ഞു. ശരി, അപ്പോൾ നമുക്ക് ഒരു സോയാബീൻ കറി ഉണ്ടാക്കിയല്ലോ ഉച്ചയ്ക്കായിട്ട്. മക്കൾക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സോയാബീനിനെ ആദ്യം വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞ് മാറ്റി വെച്ച് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കടുക് താളിക്കുകയാണെങ്കിൽ അങ്ങനെ താളിക്കാം. ഞാൻ കടുക് താളിക്കുന്നില്ല, പകരം എണ്ണയിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് വഴറ്റിയിട്ട് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഈ ഉപ്പും മുളകൊക്കെ ചേർത്ത് മാറ്റി വെച്ച സോയാബീൻ ഉണ്ടല്ലോ അത് അതിൻ്റെ കൂടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു കളർഫുൾ ആവാൻ വേണ്ടി കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും കൂടെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അതല്ലാതെയുമുള്ള ബാക്കിയുള്ള കറികളാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നു. അല്ല, കുറച്ചെണ്ണം തലേ ദിവസത്തെ കൂടെ ബാക്കിയുണ്ടായിരുന്നു. രാവിലെ ദോശ ആയതുകൊണ്ട് തന്നെ അതാരും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം ഉച്ചയ്ക്കലേക്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കറികൾ അന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ നമ്മുടെ ഇപ്പോൾ കാണിച്ച മാവിലെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി എടുത്തിട്ട് അച്ചാറുണ്ടാക്കും. മൊത്തമായിട്ട് ഉണ്ടാക്കില്ല, കുറച്ചായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതും പയറും അതേപോലെ കുറേ കറികളുണ്ടായിരുന്നു. ഇത് മത്തൻ കറിയാണ്. അങ്ങനെ ബീട്രൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കറികളന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരുപാട് ഉണ്ടപ്പോൾ തന്നെ കുറച്ച് ചോറും ഒരുപാട് കറികളും കൂടെ ആയപ്പോൾ അത് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. മറ്റൊരു വീഡിയോ ഇട്ടണം.